നമസ്കാരം. റഫ് ടു ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളേറെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരുന്നൊരു പരമ്പരയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര. രോഹിത്തും കോഹ്ലിയും ഒക്കെ മടങ്ങിയെത്തുന്നു. അതിനൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ വല്ലാതെ കളിയെ ബാധിച്ചു. ഓസ്ട്രേലിയ കരുത്ത് കാട്ടി. അവർ 7 വിക്കറ്റിന് വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് വീഡിയോ ഇട്ടപ്പോഴേ പറഞ്ഞിരുന്നു, ഓസ്ട്രേലിയക്ക് ഇത് ബുദ്ധിമുട്ടേറിയൊരു ലക്ഷ്യമേയല്ല, അനായാസം അവരതിലേക്ക് എത്തും. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ടീം കടുത്ത പോരാട്ട വീര്യം കാണിക്കണം. നമ്മുടെ ചുണക്കുട്ടികൾ പൊരുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അത്ര വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ ബൗളേഴ്സിന് ഉണ്ടാക്കാനും പറ്റിയില്ല. 131 എന്ന വിജയലക്ഷ്യം അനായാസം വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. അങ്ങനെ 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. സോ ഡെക്വർത്ത് ലൂയിസ് സിസ്റ്റം പ്രകാരം ഇന്ത്യയുടെ സ്കോർ 136 ആയിരുന്നെങ്കിലും അവരുടെ വിജയലക്ഷ്യം 131 പുനർനിർണ്ണയിക്കുകയായിരുന്നു. 26 ഓവർ മത്സരമായിരുന്നു. 29 പന്തുകൾ ശേഷിക്കെ തന്നെ അവർ വിജയത്തിലേക്ക് പോയി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം പലവട്ടം മഴ തടസ്സപ്പെടുത്തിയ ഒരു ഇന്നിങ്സാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ എങ്ങും ഉണ്ടായിരുന്നില്ല. നമുക്ക് രോഹിത്തും ശുഭ്മൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷയായിരുന്നു. ഇന്ന് ടോസ് ലഭിച്ചപ്പോൾ ഓസ്ട്രേലിയ ബൗളിംഗ് തീരുമാനിച്ചത് കണ്ടീഷൻസും ഇന്നത്തെ ഫോർകാസ്റ്റും ഒക്കെ കണക്കിലെടുത്താണ്. സാഹചര്യങ്ങൾക്കെതിരെയാണ് നമുക്ക് ബാറ്റ് ചെയ്യേണ്ടിയിരുന്നത്. രോഹിത് 8 റൺസുമായിട്ട് മടങ്ങിപ്പോയി. വിരാട് കോഹ്ലി ഡെക്കായി. അവിടെ തന്നെ നമ്മുടെ ആ ഒരു ആവേശമൊന്ന് കുറഞ്ഞു. കാരണം റോക്കോ മടങ്ങിയെത്തുന്നതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് പൊലിഞ്ഞു പോയി. കോഹ്ലി ഡെക്കായിട്ടാണ് മടങ്ങിയത്. ഗില്ല് 10 റൺസുമായിട്ടും പോയി. അപ്പോൾ 25 റൺസാകുമ്പോഴേക്കും നമ്മുടെ 3 വിക്കറ്റുകൾ പോയിരുന്നു. പിന്നെ മഴ പലവട്ടം ബുദ്ധിമുട്ടുണ്ടാക്കി. ശ്രേയസ് അയ്യർ 11 റൺസുമായിട്ട് മടങ്ങിപ്പോയി. അക്സർ പട്ടേലും KL രാഹുലും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അക്സർ 38 പന്തിൽ നിന്ന് 3 ഫോറുകൾ സഹായത്തോടെ 31 റൺസ്. ആ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നടത്തിയത്. വാഷിങ്ടൺ സുന്ദർ 10 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ KL രാഹുൽ നന്നായിട്ട് കളിച്ചു. 2 ഫോറും 2 സിക്സും ഒക്കെ ബാറ്റിൽ നിന്ന് വന്നു. 31 പന്തിൽ നിന്ന് അദ്ദേഹം 38 റൺസാണ് അടിച്ചത്. നിതീഷ് കുമാർ റെഡ്ഡിക്കൊപ്പം മറ്റ് ബാറ്റർമാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. ഹർഷിത് റാണ 1 റൺസുമായിട്ട് മടങ്ങി. ഹർഷ്ദീപ് സിംഗ് ഡെക്കായിട്ട് റണ്ണൗട്ടായി. എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡി അവസാന ഓവറിൽ 2 സിക്സർ അടക്കം 11 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചപ്പോഴാണ് 136 എന്ന സ്കോറിലേക്ക് 9 വിക്കറ്റിന് ഇന്ത്യക്ക് എത്താൻ പറ്റിയത്. 26 ഓവറുകൾ കഴിയുമ്പോൾ 136-9. ഓസ്ട്രേലിയക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡും മിച്ചൽ ഓവനും മാത്യു കുഞ്ഞമനും 2 വീതം വിക്കറ്റുകൾ എടുത്തു. നഥാൻ എല്ലിസും മിച്ചൽ സ്റ്റാർക്കും ഓരോ വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ 131 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായി. ട്രാവിസ് ഹെഡ് 8 റൺസ് മാത്രമാണ് എടുത്തത്. അദ്ദേഹത്തെ ഹർഷ്ദീപ് സിംഗ് ഹർഷിത് റാണയുടെ കൈകളിലെത്തിച്ചു. അതേസമയം അതിമനോഹരമായിട്ട് മിച്ചൽ മാർഷ് ഒരു ഭാഗത്ത് നിന്ന് കളിച്ചു. മറുഭാഗത്ത് മാത്യു ഷോട്ട് 8 റൺസുമായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച. അതും നമുക്കൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവർ 44 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മിച്ചൽ മാർഷിനൊപ്പം ജോഷ് ഫിലിപ്പ് മികച്ച ബാറ്റിംഗ് നടത്തി. 29 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 27 റൺസ് അടിച്ചു. ഒടുവിൽ കളി അവസാനിക്കുമ്പോൾ മിച്ചൽ മാർഷ് 52 പന്തിൽ നിന്ന് 2 ഫോറും 3 സിക്സും അടക്കം 46 റൺസുമായിട്ടും മാറ്റ് റൺഷോ 24 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 21 റൺസുമായിട്ടും പുറത്താകുന്നു. വെറും 21.1 ഓവറുകളിൽ അവർ വിജയലക്ഷ്യം മറികടന്നു. ഇന്ത്യക്ക് വേണ്ടി ഹർഷ്ദീപും അക്സർ പട്ടേലും വാഷിങ്ടനും ഓരോ വിക്കറ്റ് എടുത്തെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഓസ്ട്രേലിയയെ ഒന്ന് ഭീതിപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അവർ അനായാസമാണ് വിജയത്തിലേക്ക് പോയത്. 7 വിക്കറ്റിൻ്റെ വിജയത്തോടുകൂടി തകർപ്പൻ ഒരു തുടക്കമാണ് ഈ ഒരു സീരീസിനെ അവരിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരികെ വരണം. ഇനി ഒക്ടോബർ 23-നാണ്, അതായത് വരുന്ന വ്യാഴാഴ്ചയാണ് അടുത്ത മത്സരമുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.